ലൈംഗിക ദാരിദ്ര്യം അഥവാ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഇത് ആർക്കാണ് ബിഗ് ബോസ് ഹൗസിൽ ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ഉള്ളവർക്കും അറിയാം, ഇത് കാണുന്ന പ്രേക്ഷകർക്കും അറിയാം. ജിൻഡോയുമായിട്ട് ഇവിടെയുള്ള സ്ത്രീകൾ എല്ലാവരും സഹകരിക്കുന്നതാണ്. ഞങ്ങൾക്ക് ആർക്കും തോന്നാത്തത് ജാസ്മിനും ഗബ്രിക്കും തോന്നിയെങ്കിൽ അത് അവരുടെ മാനസിക വൈകൃതമാണ്. അങ്ങനെയുള്ള രണ്ടുപേരിൽ ഒരാൾക്ക് ക്യാപ്റ്റൻ ആവാനുള്ള യോഗ്യതയില്ല. അദ്ദേഹം ഒരു ജിം ട്രെയിനറാണ്. അദ്ദേഹം പുറത്തും സ്ത്രീകളുമായിട്ട് സഹകരിക്കുന്ന ഒരാളാണ്. ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തെ ബാധിക്കുന്ന പോലെ ഇവിടുത്തെ സ്ത്രീകളെയും ബാധിക്കും. ഒരാളെങ്കിലും ആ വീട്ടിൽ ജിൻഡോയുടെ പേഴ്സ്പെക്റ്റീവിൽ ചിന്തിച്ചത് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി വല്ലാത്തൊരു സന്തോഷം തോന്നി. ഈ പറഞ്ഞതൊക്കെ യമുന റാണി പറഞ്ഞതാണ് കേട്ടോ. ആ ഒരു വഴക്ക് നടന്ന സമയത്ത് അവിടെയുള്ള എല്ലാവരും വെളിവില്ലാത്തവരല്ല എന്ന് യമുന റാണി തെളിയിച്ചു. പ്രേക്ഷകരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കളിക്കാൻ കഴിവുള്ളവരും അവിടെ ഉണ്ട് എന്ന് യമുന ഇന്ന് തെളിയിച്ചു. ജിൻഡോയ്ക്കെതിരെ എന്തും പറയാം, അതാരും ചോദ്യം ചെയ്യില്ല, ജിൻഡോ ഒറ്റയ്ക്കാണ് എന്നൊരു ചിന്തയെ മൊത്തത്തിൽ നാമാവശിഷ്ടമാക്കി കളഞ്ഞു ഇന്ന് യമുന. ഇത് പുള്ളിക്കാരി എന്നെ കൊണ്ട് മാറ്റി പറയിപ്പിക്കുമോ എന്നൊന്നും അറിയില്ല വരും ദിവസങ്ങളിൽ. പക്ഷെ ഇന്നത്തെ ഈ ഒരു ഇൻഡിവിജ്വാലിറ്റി യമുന ഇനിയും മുന്നോട്ട് കാണിക്കണം എന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം എനിക്കത് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ നിന്നാൽ പലരുടെയും മുട്ടടിക്കും. ഗബ്രിയുടെയും ജാസ്മിനെയും മുട്ടിയിടിച്ചു എന്ന് കിളി പോയി അവരുടെ രണ്ടുപേരുടെയും. ഇങ്ങനെ ഒരു അപ്രോച്ച് യമുനയിൽ നിന്ന് അവർ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇതേപോലെ പലരും അവർക്കെതിരെ കളിക്കണം. അങ്ങനെ വന്നാൽ ഈ കളിക്ക് ഒരു ത്രില്ല് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇപ്പോ ലൈവില് യമുന മെയിൻ ആയിട്ട് 3 പ്രസ്താവനകൾ ഇറക്കി. ഒന്നാമത്തെ പോയിന്റ്, കാരവാനിൽ ഐമാസ്ക് ഒക്കെ ഇട്ട് എല്ലാവരും ഇരുന്നപ്പോ ജാസ്മിനും ഗബ്രിയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കേട്ടു, വലിയ പ്ലാനിങ് നടത്തുന്നത് കേട്ടു ഗെയിമിനെ കുറിച്ച്. അത് ബിഗ് ബോസിന്റെ നിയമങ്ങളുടെ ഗുരുതരമായ ഒരു ലംഘനമാണ്. അത് ഇപ്പം ഡെൻ ടീമിൽ ഇരുന്ന് പറയുന്നുണ്ട് ജിൻഡോയോടൊക്കെ ആയിട്ട്. രണ്ടാമത്തെ പോയിന്റ്, റെസ്മിൻ പവർ ഉപയോഗിച്ച് ഫേവറിസം കാണിക്കുന്നു. ഗബ്രി തെറ്റ് ചെയ്തപ്പോ രസകരമായ പണിഷ്മെന്റ് കൊടുത്തു. പക്ഷെ ജിൻഡോയ്ക്ക് ഒരു തെറ്റ് പറ്റിയപ്പോ ഫ്ലോർ ക്ലീനിങ് വിത്ത് എക്സ്ട്രാ വർക്ക് ലോഡ്, മുട്ടത്തോടൊക്കെ എറിഞ്ഞ് എക്സ്ട്രാ വർക്ക് ലോഡ് ഉണ്ടാക്കി. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, ഈ ഫ്ലോർ ക്ലീനിങ്ങിന്റെ കാര്യത്തില് ജിൻഡോയുടെ കൂടെ തന്നെ ഞാൻ നിൽക്കുമെന്ന് യമുന പറഞ്ഞു. ലാലേട്ടനോട് ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് യമുന പറഞ്ഞു. അത് മാറ്റി പറയുമോ എന്ന് നമുക്ക് നോക്കാം. അൻസിബെ ഋഷിയൊക്കെ അത് കേട്ടോണ്ടിരിപ്പുണ്ട്. ഈ 3 പോയിന്റുകൾ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. യമുന കളിക്കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഗബ്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജിൻഡോയുടെ ട്യൂഷൻ അറ്റൻഡ് ചെയ്ത് കറക്റ്റ് ട്രാക്കിലേക്ക് കയറി. കളികൾ എങ്ങനെയൊക്കെ മാറി മറിയുമെന്ന് നമുക്ക് കണ്ടറിയാം വൈൽഡ് കാർഡുകളുടെ വരവോടെ.